നമസ്കാരം, മച്ചാക്കാട്ടൂരാണ്. അപ്പം ഞാൻ വീണ്ടും കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു ഒരു ട്വിസ്റ്റി വീഡിയോയുമായി വരുന്നു എന്ന്, അല്ലെന്നുണ്ടെങ്കിൽ വാച്ചസ് വീഡിയോയുമായി വരുന്നു എന്ന്. അപ്പോൾ ശരി, ഓക്കെ, നമുക്ക് ആ വ്യക്തിയെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, സാറേ നമസ്കാരം. ഞാൻ മച്ചാക്കാട്ടൂർ. യെസ്, ചെറിയൊരു മിമിക്രി കലാകാരനായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പം സാറിനെ കുറിച്ച് ഞാൻ കുറേ ഇങ്ങനെ അറിഞ്ഞു. അപ്പോൾ ഞാൻ കരുതി, പണ്ട് മുതലേ ഞാൻ അതായത് ഒരു കലാഫീൽഡിലുണ്ട്, അത്യാവശ്യം വലുതായിട്ടൊന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഞാൻ. അപ്പം ഞാനിങ്ങനെ സാറിനെ കുറിച്ച് അറിഞ്ഞു. ഇപ്പം ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലെ കുറച്ച് കലാകാരന്മാരെ, അറിയപ്പെടാത്ത കുറേ വ്യക്തികളെ ഒരു മുഖ്യധാരയിൽ എത്തിക്കുക എന്നൊരു സംരംഭത്തോടു കൂടിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പം ഞാനൊരു 4 വീഡിയോ ചെയ്തു. അപ്പം സാറിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. അപ്പം എനിക്ക് തോന്നി ഇനി അടുത്തൊരു വീഡിയോ സാറിൻ്റെ ചെയ്യാം എന്ന് ഞാൻ അറിഞ്ഞു. ഇപ്പം സാറിന് അതിലൊരു അംഗീകാരം കിട്ടുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷം. ഇനി സാറിൻ്റെ വിശേഷം അറിയാം. സാറേ, ബാബു എന്നാണ് പേര് എന്ന് ഞാൻ അറിഞ്ഞു. ഇനി ബാക്കിയുള്ള വിശേഷം മച്ചാൻ മീഡിയയിലെ പ്രേക്ഷകർക്ക് സാറ് പങ്കുവയ്ക്കുക. എൻ്റെ പേര് ബാബു പുനവൂർ, പള്ളിമൺ ബാബു, ഇങ്ങനെ 2 പേരാണ് എന്നെ അറിയപ്പെടുന്നത്. പിന്നെ ഞാൻ ഈ സ്കൂൾ തലം തൊട്ട് സാമാന്യം പാടുമായിരുന്നു. അങ്ങനെ സ്കൂൾ തലത്തിൽ അവിടെ പ്രേരണം എല്ലാം നിത്യവും പങ്കെടുക്കുന്ന ഒരു കക്ഷി അന്ന് ഞാനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു. എങ്കിലും ഈ ക്ഷേത്രങ്ങളിലുള്ള ചെറിയ കൊച്ചു പരിപാടികളൊക്കെ കേട്ട് ഞങ്ങളുടെ തെറ്റിക്കുരുന്നൂർ ക്ഷേത്രത്തിൽ റെക്കോർഡിടുമ്പം അതിൻ്റെ പാട്ടുകൾ പഠിക്കാൻ, സംഗീതം പഠിക്കാനൊന്നും പോയിട്ടില്ല. അങ്ങനെ ആ പാട്ടുകൾ കേട്ട് പഠിച്ചു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. പല തൊഴിലും ചെയ്തു. വിവാഹം കഴിഞ്ഞു. വിവാഹത്തിന് ശേഷമാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നത്. എപ്പോഴും അതിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ ഈ ക്ഷേത്രത്തിൽ അന്ന് എൻ്റെ ആ കാലത്ത് 22 വയസ്സുള്ള ആ കാലഘട്ടത്തിൽ അന്ന് വലിയ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. അത് വലിയ കലാകാരന്മാർക്ക് കിട്ടും. നമ്മളന്ന് ഒരു ശ്രുതിപ്പെട്ടി, ഗഞ്ചിറ ഇതൊക്കെ വെച്ച് ക്ഷേത്രത്തിൽ പോയി പാടും. അതുപോലെ ആരുടെ വീടുകളിലൊക്കെ ഇതുപോലുള്ള ഭക്തി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അയ്യപ്പൻ മാസത്തിൽ. അങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ പാടിയ കുറച്ച് വ്യത്യസ്തമായ രീതിയിലൊക്കെ പോയി. പിന്നെ അതങ്ങ് ഗാനമേളയായി മാറി. ഗാനമേളയായി മാറി. എല്ലാ ഇൻസ്ട്രുമെൻസും ഒക്കെ വെച്ച് പാടിയിട്ടുണ്ട്, പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുഖത്തലയുള്ളൊരു വിശ്വനൃത്തകലാ ക്ഷേത്രം, അവിടത്തേക്ക് എന്നെ ഒന്ന് ക്ഷണിച്ചു. അങ്ങനെ അവിടുത്തെ പരിപാടിക്ക് പിന്നണിയിൽ വർക്ക് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് വിവാഹശേഷം മുഖത്തല കുരീപ്പള്ളി തങ്കച്ചൻ മാസ്റ്റർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബഹുമാനീയ ദേഹമുണ്ട്. അദ്ദേഹം ഭയങ്കര സംഭവമാണ്. ഒരു നിമിഷം എനിക്കൊന്ന് സംസാരിക്കാൻ അവസരം തരിക. തങ്കച്ചൻ മാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലൂട്ട് തങ്കച്ചൻ മാഷില്ലേ? അതെ, ഫ്ലൂട്ട് തങ്കച്ചൻ മാഷ്. ഒരു പക്ഷേ നെടുമ്പനയുടെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്താണെന്നറിയാമോ, ഞാൻ നെടുമ്പനയിലുള്ള കലാകാരന്മാരെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തതിന് ശേഷമേ പുറത്തോട്ട് സഞ്ചരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഫ്ലൂട്ട്, സാറേ, ആ ഫ്ലൂട്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഫ്ലൂട്ട് ഞാൻ തങ്കച്ചന്മാർക്ക് പഠിപ്പിച്ചെങ്കിലും ഞാൻ കുറച്ചേ പഠിക്കുള്ളൂ. എങ്കിൽ തന്നെയും സാമാന്യം അത് പഠിച്ചതിന് ശേഷം വ്യത്യസ്തമായ രീതിയിലാണ് തങ്കച്ചന്മാരുടെ ഫ്ലൂട്ട് വായനയ്ക്ക് പ്രത്യേക ഒരു ശൈലി എന്ന് പറയുന്നത്. ഒരു പെട്ടി ഫ്ലൂട്ടുമായിട്ടാണ് ഗാനമേളയ്ക്കായാലും മറ്റ് പ്രോഗ്രാമിനൊക്കെ ഓരോ ഫ്ലൂട്ടിസ്റ്റ് കലാകാരന്മാർ വരുന്നത്. പക്ഷേ തങ്കച്ചൻ മാഷ് 1-2 ഫ്ലൂട്ടിനകത്ത് ഈ സർവ്വ ഫ്ലൂട്ടിൻ്റെ സംഭവങ്ങൾ വായിക്കാൻ കഴിവുള്ള ഒരു അതുല്യ കലാകാരൻ എന്ന് പറയാം, അല്ലയോ? അപ്പോൾ സാറേ, ഞാനൊരു കാര്യം പറയാം എന്നല്ലേ, നമുക്ക് വിശേഷങ്ങൾ കുറച്ച് പങ്കുവയ്ക്കാം. അതിനു മുമ്പ് സാറേ, ഞാൻ ഇന്ന് വരെ ഈ മച്ചാൻ മീഡിയയിൽ ഒരു സംഭവം എനിക്ക് എപ്പോഴും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊരു സംഭവമുണ്ട്. എന്താണെന്നറിയാമോ? ഒരു മാപ്പിള കാണും. ഇപ്പോൾ സാറിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. എന്ത് പാടണം, എന്ത് പറയണം എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം എന്ത് പറഞ്ഞാലും ടക്കനെ ചെയ്യുന്ന ടീമാണ്. കാരണം എന്ന് പറഞ്ഞാൽ 70 വയസ്സുണ്ട്, ഇത്രയും വർഷമായിട്ട് ഇത്രയും കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഓൾറെഡി സംഗീതമുണ്ട്. അതായത് മഹാകവി കുമാരനാശൻ സാറ് അദ്ദേഹം ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? തലയുണ്ടായാൽ പോരാ, കല വേണം. ഏറ്റവും നല്ലൊരു കലാ ആസ്വാദകൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു വിമർശകനാണ്.
പിന്നെ അവർക്ക് മാത്രമേ കലയെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. സാറേ, നമ്മുടെ മച്ചാൻ മീഡിയയിലെ പ്രേക്ഷകർക്ക് ആദ്യം സാറിൻ്റെ ഒരു മാപ്പിള ഗാനം, അതായത് ദാസേട്ടൻ പാടിയതായ ആയാൽ ഏറ്റവും നല്ലത്, എങ്കിലും മറ്റുള്ളവർ പാടിയതായാലും കുഴപ്പമില്ല, എങ്കിലും സാറേ ആ ഒരു പാട്ട് നമ്മുടെ മച്ചാൻ മീഡിയയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടുക. മാപ്പിള പാട്ട് പാടിയിട്ടുള്ള ഒരുപാട് ധാരാളം കലാകാരന്മാർ, വലിയ കലാകാരന്മാരുണ്ട്. പക്ഷേ അതിൽ മറക്കാനൊക്കാത്ത ഒരു VM കുട്ടി എന്ന് പറയപ്പെടുന്ന ഒരു കലാകാരനുണ്ട്. അദ്ദേഹം പാടിയ പാട്ടിൻ്റെ ഒരു 4 വരി എനിക്കിട്ട് പണിഞ്ഞ് കേട്ടോ. ഓക്കെ, ശരി. എന്നാലും നമ്മൾ ഓക്കെ, എനിക്ക് പോലും അറിയാത്ത ഒരു വ്യക്തിയുടെ പാട്ടാണ് അദ്ദേഹം പാടുന്നത്. എങ്കിലും ഓക്കെ, ആ കലാകാരന് മുൻപിൽ നമ്മൾ പിന്നെ എന്തോ ശിരസാൽ നമിക്കുന്നു. ഓക്കെ സാർ, നമ്മളെ പിരിഞ്ഞുപോയ കലാകാരനാണ്. കാപ്പുമല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ, കാരയ്ക്ക കായ്ക്കുന്ന നാട്ടിൻ്റെ മധൂർ കിസ്സ പറഞ്ഞാട്ടെ. കാപ്പുമല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ, കാരയ്ക്ക കായ്ക്കുന്ന നാട്ടിൻ്റെ മധൂർ കിസ്സ പറഞ്ഞാട്ടെ. ആമിനയ്ക്കോമന പൊന്മകനായി ആരംഭ പൈതൽ പിറന്നിരുന്നു, ആരംഭ പൈതൽ പിറന്ന നേരം ആനന്ദം പൂത്തുവിടർന്നിരുന്നു. കാപ്പുമല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ, കാരയ്ക്ക കായ്ക്കുന്ന നാട്ടിൻ്റെ മധുറും കിസ്സ പറഞ്ഞാട്ടെ. താങ്ക് യു. ഒരുപാട് സന്തോഷം. സാറേ, എത്ര വർഷമായി ഈ പാട്ട് ഇറങ്ങിയിട്ട്? ഈ പാട്ടാണ് ഇതിന് എന്നെക്കാൾ പ്രായമുള്ള പാട്ടാണ് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അത് എത്ര വർഷമായി കാണും ഏകദേശം? ഇത് ഏകദേശം എൻ്റെ 23-ാമത്തെ വയസ്സിൽ ഞാൻ കാസർഗോഡ് വർക്കിന് പോകുമ്പം, അവിടെ വർക്ക് ചെയ്യുന്ന സൈറ്റിൽ നിൽക്കുമ്പം, നോട്ട് ദ പോയിന്റ്, 23 വയസ്സിൽ, ഇപ്പൊ 71 വയസ്സിൽ, ഇപ്പൊ എത്ര വയസ്സായിരുന്നു? 71 വയസ്സുണ്ട് ഇപ്പം. 23-ാമത്തെ വയസ്സിൽ കാസർഗോഡ് വർക്ക് ചെയ്യുമ്പോൾ ആ പാട്ട് ബുക്കൊക്കെ പണ്ട് സിനിമാത്തിലെല്ലാം അവിടെ ഇവിടെയൊക്കെ ഈ ചെല്ലുമ്പോൾ പാട്ട് ബുക്ക് കിട്ടുമായിരുന്നു. അതിൽ ബുക്ക് സ്റ്റാളിൽ ചെന്നപ്പോൾ ഇതുപോലെ മാപ്പിളപ്പാട്ടിൻ്റെ ബുക്ക് കിട്ടി. അന്നേരം VM കുട്ടിയുടെ പാട്ട്. അങ്ങനെ പാട്ട് അപൂർവമായിട്ടായി എവിടെയെങ്കിലും ഇത് കേൾക്കാൻ പറ്റൂ. അന്ന് നമുക്ക് ഇന്നത്തെ കണക്ക് സംവിധാനങ്ങൾ, ടേപ്പ് റെക്കോർഡറോ കാര്യമോ ഇല്ല. റേഡിയോ കൂടെ കേൾക്കുന്ന സമ്പ്രദായം, റേഡിയോയുടെ ഒന്നുകൂടെ കേൾക്കണമെന്ന് ഞാൻ നടക്കത്തില്ല. അങ്ങനെ വലിയ ക്ഷാമമാണ്. പിന്നെ അതിന് സംവിധാനമുള്ള ചില വീട്ടിലൊക്കെ നമ്മൾ ഇടിച്ചു കയറി ചെന്ന് അവരെ മുറ്റത്തിരുന്ന് എല്ലാവരും അങ്ങനെ കേട്ട് പഠിച്ചതാണ്. ഈ പറയുന്നത് ഞാൻ ഉൾപ്പെടെ. ഞാൻ ചോദിക്കുന്ന ചോദ്യം, സാറേ, പിന്നെ എത്ര സമിതികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? സമിതി, നൂற்றுകണക്കിന് സമിതികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ഫീൽഡിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്? ഫ്ലൂട്ട് പറഞ്ഞു, പിന്നെ ഹാർമോണിയം പറഞ്ഞു, പിന്നെ നമ്മുടെ മറ്റേ ഇത്. പക്ഷെ ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നെടുമ്പന പഞ്ചായത്തിൽ ആദ്യമായി ക്ലാർനെറ്റ് എന്ന് പറയുന്ന സംഭവം സ്വന്തമായി വാങ്ങിക്കുന്ന ഇദ്ദേഹമാണെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു കുറേ വ്യക്തികളെടുത്ത് സാറിനെ കുറിച്ച് തിരക്കി. അപ്പോൾ അതിലൊരു വ്യക്തിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് സ്വന്തമായി ക്ലാർനെറ്റ് മേടിച്ചത്. ക്ലാർനെറ്റ് എന്ന് പറയുന്ന ഒരു വാദ്യോപകരണം എന്താണെന്ന് ഒരുപക്ഷെ കുറേ പേർക്ക് അറിയാമായിരിക്കും. എങ്കിലും സാറേ, അതിൻ്റെ ഒരു വിവർത്തനം നമ്മുടെ മച്ചാൻ മീഡിയയിലെ പ്രേക്ഷകർക്ക് ഒന്ന് പങ്കുവയ്ക്കുക. ഈ തങ്കച്ചന്മാഷ് കീഴിൽ ഞാൻ അഭ്യസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തങ്കച്ചന്മാഷ് പറഞ്ഞ്, ഫ്ലൂട്ട് ഇത് അക്കാഡമിയിലൊക്കെ പഠിക്കുന്ന കക്ഷികളൊക്കെ ആണ് ഇവിടെ കിടന്ന് വിലസുന്നത്. അതുകൊണ്ട് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഉപജീവനത്തിൻ്റെ മാർഗം കൂടെ ആണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ ഓക്കെ ആവണമെങ്കിൽ ക്ലാർനെറ്റ് പഠിക്കാൻ പറഞ്ഞു. അത് അന്ന് കഥാപ്രസംഗത്തിന് ഇപ്പം ഇല്ല, അന്യം നിന്നുപോയ കലയാണ്. ആ കഥാപ്രസംഗത്തിന് ഭയങ്കരമായിട്ട് ക്ലാർനെറ്റാണ് ഏകാംഗ കലാരൂപം കഥാപ്രസംഗം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒരു കഥാപ്രസംഗത്തിൽ അതിനകത്ത് ആകെ വരുന്നെന്ന് പറഞ്ഞാൽ ഒരു ഹാർമോണിസ്റ്റിൻ്റെ ഒരു ഗാനം വരും ഇടയ്ക്ക്, ബാക്കി മൊത്തം കൈകാര്യം ചെയ്യുന്ന ഒരു കാതികനാണ്. അങ്ങനെ ഒരു ഏകാംഗ കലാരൂപമായിരുന്നു. അതിൽ പിന്നണിയിലൊരു 4 പേര് മതി, കഥാപ്രസംഗം ഫില്ലാണ്. അപ്പോൾ സാർ അങ്ങനെ തങ്കച്ചൻ മാഷ് പരവൂരുള്ള നെൽസൺ മാഷിനെ വിളിച്ചിട്ട് അദ്ദേഹമായിട്ട് പോയി ക്ലാർനെറ്റ് വാങ്ങി അദ്ദേഹം ക്ലാസ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പം എനിക്കത് പഠിക്കാനൊക്കാത്ത ചില സാഹചര്യങ്ങളൊക്കെ വന്ന എൻ്റെ ജീവിത സാഹചര്യത്തിനകത്ത് അതങ്ങ് മുടങ്ങിയെങ്കിലും ആ സാധനങ്ങളെ ഫ്ലൂട്ടും ക്ലാർനെറ്റും പാട്ടും എല്ലാം ആയപ്പോഴത്തേക്ക് പല സമിതികളിലും ഇങ്ങനെ നമ്മുടെ കലാകാരന്മാരെ കൊല്ലത്തിനകത്ത് പിന്നെ ശരിച്ച നെടുമ്പനെയൊക്കെ വളരെ കുറവായിരുന്നു അക്കാലത്ത്. അങ്ങനെ പല ആവശ്യങ്ങൾക്കും പല സ്ഥലത്തു നിന്ന് ഞാൻ പൊടിവൈദ്യവും പഠിച്ചുകൊണ്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞ് കൈ
മടക്കിക്കൊണ്ട് ഒക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുപോയ ഒരുപാട് മഹാവ്യക്തികളുണ്ട്. അവർക്കൊക്കെ ഇപ്പോഴും ഞാൻ നന്ദി പറയുന്നു, ഇത്രയും ഫീൽഡിൽ എന്നെ എത്തിച്ചേക്കും. ഞാൻ ഒന്ന് സാധിച്ചില്ലെങ്കിൽ ഒരുപാട് ആളുകളുമായിട്ട് ബന്ധപ്പെടാനും ഒക്കെ പറ്റി. അങ്ങനെ കഥാപ്രസംഗത്തിനകത്ത് തന്നെ നമ്മളെ മുഖത്തല ബാബുലാൽ, കരുനാഗപ്പള്ളി രാജേശ്വരി അമ്മാൾ, അങ്ങനെ അവരോടൊക്കെ വരക്കാൻ നമ്മുടെ ഒരു BN ശശി, ഒരു എഴുത്തുകാരനാണ് കൊല്ലത്തുള്ള, കക്ഷിയുടെ മകൻ്റെ ട്രൂപ്പിലൊക്കെ കഥാപ്രസംഗത്തിൽ അങ്ങനെ ഒത്തിരി കലാപരിപാടിയുടെ. അപ്പോൾ അത് ചില കക്ഷിയൊക്കെ ഈ BN ശശിയുടെ മകന് സംഗീതം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ട്യൂൺ കരുനാഗപ്പള്ളി രാജേശ്വരി അമ്മാൾ അവർക്കുള്ള കഥാപ്രസംഗത്തിൻ്റെ കഥ, അതിൻ്റെ വരികൾ സംഗീതം ചെയ്തത് ഞാനാണ്. ഇതിനെല്ലാം പിന്നണിയും വായിക്കും. അങ്ങനെയാണ്. പിന്നെ അത് കുറച്ചുകൂടെ കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് നാടക തിയേറ്ററിലേക്ക്, സമിതികളിലേക്ക് പോയി. അങ്ങനെ ഓച്ചറ ഒഡീസയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് സംഭവങ്ങൾ മാറി. അവിടെ കാസറ്റാണ് അവിടെ വിനിയോഗിക്കുന്നത്. പക്ഷേ അതിനകത്ത് കുറച്ച് നല്ല കലാകാരന്മാരെന്നെ അവിടെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ അങ്ങ് അഭിനയമായി. അങ്ങനെ 2 വർഷത്തെ 2 കഥയ്ക്ക് ഒഡീസയിൽ അഭിനയിച്ചു. അതിനു മുൻപ് ഇതുപോലെയുള്ള സാഹചര്യം ഉണ്ടായി. ചിത്രാലയ കൊല്ലം തേവള്ളി ചിത്രാലയ തിയേറ്റേഴ്സിൽ ഫ്ലൂട്ട്, ക്ലാറിനെറ്റ്, പാട്ട്, അതിലൊരു സെറ്റ് വർക്ക് മൊത്തം ഞാൻ ചെയ്യും. അതിന് സകലകലാവല്ലഭൻ. സാറേ ഒരു നിമിഷം. അപ്പോഴേ സാറേ, നമ്മൾ മച്ചാൻ വേണ്ടിയ പ്രേക്ഷകർക്ക് നമുക്ക് ഇപ്പം ഡിസംബർ മാസം ഏതാ നമ്മുടെ നല്ലൊരു എന്താ പറയുന്നത്, ഒരു പുണ്യാളൻ്റെ ഒരു മാസമല്ലേ ഇത്. അപ്പം നമുക്കൊരു ക്രിസ്തീയ ഭക്തി ഗാനം, നമ്മുടെ ഡിവോഷണൽ സോങ് അദ്ദേഹത്തിന് വേണ്ടി നമുക്കിന്ന് പാടാം. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു, ഹൃദയത്തിനൾത്താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി, ഹൃദയത്തിനൾത്താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു, പനിനീരു വിരിയുന്ന പറുദീസ നൽകി പാരിൽ മനുഷ്യനായി ദൈവം, പനിനീരു വിരിയുന്ന പറുദീസ നൽകി പാരിൽ മനുഷ്യനായി ദൈവം, അതിനുള്ളിൽ പാപത്തെ പാമ്പിനെ പോറ്റുന്നു അറിയാതെ മർത്യന്റെ കൈകൾ, അതിനുള്ളിൽ പാപത്തെ പാമ്പിനെ പോറ്റുന്നു അറിയാതെ മർത്യന്റെ കൈകൾ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു. താങ്ക് യു വെരി മച്ച്. അപ്പം കുഴപ്പമില്ല. അപ്പം സാറേ, ഞാൻ റിട്ടേൺ ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ പാട്ട് കേട്ടപ്പോൾ ഒരു ത്രില്ല് തോന്നി ചെയ്തതാണ്. വേറെ ഒന്നും വിചാരിക്കരുത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തു എന്ന് വിചാരിക്കരുത്. മച്ചാൻ മോശമാണെന്ന് ഞാൻ കണക്കൊടുന്നില്ല, കൃത്യമായി തന്നു. അയ്യോ സാറേ, ഒരുപാട് സന്തോഷം. കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇത് ഒരു എന്താ പറയുക, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ, ഏറ്റവും നല്ലൊരു കലാകാരനാണ് ഏറ്റവും കലാ ആസ്വാദകൻ, ആ കലാകാരനാണ് ഏറ്റവും കൂടുതൽ വിമർശകനും. ഇപ്പോൾ സാറ് കൂടെ വിമർശിച്ചു. അപ്പോൾ സാറേ, ഇപ്പോൾ സാർ ഇതുവരെ വർക്ക് ചെയ്ത ആരെങ്കിലും സാറിനെ കോൺടാക്ട് ചെയ്യാറുണ്ടോ? ഏതെങ്കിലും സമിതിയോ അല്ലെന്നുണ്ടെങ്കിൽ സമിതിയിലുള്ള ആൾക്കാരോ ആരെങ്കിലും സാറിനെ ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അപൂർവമാണ്. ആരെങ്കിലും എവിടെങ്കിലും വെച്ച് കാണുന്ന ഒരു സാഹചര്യമല്ലാതെ ഇന്ന് ഇല്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് കക്ഷികളൊക്കെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തി. നമ്മുടെ സംഗീത സാമ്പ്രാട്ടായ രവീന്ദ്രൻ മാസ്റ്റർക്കുള്ള മാനേജർ വരെ ആയി വർക്ക് ചെയ്ത നല്ലൊരു ഓർഗൻ വായിക്കുന്ന ഉദയൻ എന്ന് പറയപ്പെടുന്ന കക്ഷി, അഞ്ചൽ ഉദയൻ, ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. അവരോടൊക്കെ കൂടി വർക്ക് ചെയ്യാനൊക്കെ എനിക്ക് നല്ല സാഹചര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഒരു അനുഗ്രഹം തന്നെയാണ്. തീർച്ചയായിട്ടും. ഉദയൻ്റെ അനിയനുണ്ട് വേണു, ഉദയൻ്റെ ഭാര്യ, ഇവരുമായിട്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൊല്ലം ചിത്രാലയ തിയേറ്റേഴ്സിൽ വർക്ക് ചെയ്തു. ഒരു നിമിഷം, തൊഴിൽ എന്തായിരുന്നു? തൊഴില് ഭാഗ്യമായ കലാകാരന് റിട്ടയർമെന്റ് ഇല്ല.
കലാകാരൻ അല്ല സാറേ, ഒരു നിമിഷം. ഒരു കലാകാരനെ സംബന്ധിച്ച് കലാകാരൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് അറിയാമോ? റിട്ടയർമെന്റ് ഇല്ലാത്ത ഒരേ ഒരു രൂപം എന്ത് എന്ന് ചോദിച്ചാൽ മനുഷ്യരൂപമല്ല, കലാകാരനാണ്. അല്ലേ സാറേ? അതെ. അപ്പോൾ സാറേ, പിന്നെ ബാഹ്യമായ തൊഴിൽ എന്തായാലും കല ഒന്നും നേടാനുള്ളതല്ല, അത് നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ആദ്യം ഞാൻ 8 രൂപ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് എനിക്ക് 8 രൂപ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നവരംഗ ശശി മയ്യനാട്, അദ്ദേഹം നമ്മുടെ ശശാങ്കൻ്റെ ഒക്കെ ഫാദർ, അദ്ദേഹത്തിൻ്റെ കൂടെ ഡാൻസിന് പിന്നണി വർക്ക് ചെയ്യാൻ പോയി. എനിക്ക് 8 രൂപ തന്നിട്ടുണ്ട്. ഞാൻ തൃപ്തനായിരുന്നു ആ പൈസക്കകത്ത്. പക്ഷേ അതിന് നമുക്ക് പ്രത്യേക മൂല്യം, കലയുടെ മൂല്യമാണ് കണക്കൂട്ടുന്നത്. പക്ഷേ അവർ 3 പേര് നമ്മുടെ സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിന് 3 മക്കളാണ്, ശരത്ത്, ശശാങ്കൻ, സാൾട്ടസ്. ഇവർ 3 പേരും എൻ്റെ സുഹൃത്തുക്കളാണ്. പക്ഷെ സാറിപ്പം പെട്ടെന്ന് ഇങ്ങനെ നവരംഗം എന്ന് പറഞ്ഞ് ശശി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ശശാങ്കൻ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മീഡിയയിൽ നിലനിൽക്കുന്നത് ശശാങ്കൻ തന്നെയാണ്. പക്ഷേ ശരത്ത് മോശമല്ല, സാൾട്ടസ് മോശമല്ല. ഇവർ 3 പേരും ലെജൻഡ് ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഇത് ഈ മൂല്യം മുറുകെ പിടിച്ചുകൊണ്ട് കാശില്ലെങ്കിൽ ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണമല്ലേ? തീർച്ചയായും. അങ്ങനെ കൂലിവേല മുതൽ ഒരുപാട് വർക്ക്, തെങ്ങ് കയറ്റം, മരമുറിപ്പ്, ഇപ്പം ലാസ്റ്റ് എത്തിയ പണിയെന്ന് പറയുന്നത് മിഷ്യൻ വെച്ച് പോച്ചയടിക്കുന്ന ഒരു പണിയാണ്, കാടുകൾ ചെത്തുക. അതിപ്പോഴും നടക്കുന്നുണ്ട്. സുഖമില്ല എങ്കിലും ഞാൻ ആളുകളെ വെച്ച് പണി ചെയ്യിക്കും. സുഖം ഇതിൻ്റെ ഇടയ്ക്ക് ഹാർട്ട് വിഷയം വന്ന് ആൻജിയോപ്ലാസ്റ്റി 2 സ്റ്റണ്ട് ഹൃദയത്തിൻ്റെ അടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ അതിന് കുറച്ച് അസുഖങ്ങൾ ഉണ്ട്. ഇപ്പോഴും അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എത്ര മക്കളാണ്? മക്കൾ 5 പേര്, 5 മക്കളാണ്. 5 പെൺപിള്ളേരാണ്, 5 പെൺകുട്ടികൾ. തീർച്ചയായിട്ടും സാർ, അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ പെണ്ണുണ്ടെങ്കിൽ പിന്നെ അടുത്ത ജനനമുള്ളൂ. ഓക്കെ, അവരെല്ലാവരും വിവാഹിതരാണ്. സാർ ഹാപ്പിയാണോ അതിൽ? അതാണ് സന്തോഷം. അപ്പൊ സാറേ, നമ്മളിപ്പം വൃശ്ചികമാസമാണ്, പുണ്യമാസമാണ്. നമ്മൾ 2 ഗാനം സാർ നമ്മുടെ മച്ചാൻ മീഡിയയിൽ പ്രേക്ഷകർക്ക് വേണ്ടി സമ്മാനിച്ചു. അപ്പൊ നമുക്ക് സാറേ, നമ്മുടെ ഒരു പിന്നെ ശാസ്താവിന്റെ ഒരു ഗാനം നമുക്ക് നമ്മുടെ മച്ചാൻ മീഡിയയിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആരംഭിക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് ശാസ്താവിനെയാണ്. ഏറ്റവും കൂടുതൽ കാര്യം വൃശ്ചികച്ചേർപ്പ് വരുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് കിട്ടുന്നത്. അയ്യപ്പൻ്റെ പാട്ടാണ് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് അത്ര പാടാൻ ഒക്കത്തില്ല എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടങ്ങ് പാടാണ്. അതുപോലെ ഒന്നും പാടാൻ ആരെക്കൊണ്ടും പറ്റുകയില്ല. അത്ര ഭയങ്കര ഇരുമുടി താങ്കി ഒരു മനതാകി ഗുരുവിനവേ വந்தோ ഇരുവിனை தீர்க்கும் யமனையும் வெல்லும் திருவடியை காண வந்தோ பள்ளிக்கட்டு சபரிமலைக்கு கல்லும் முள்ளும் காலுக்குமத்தை சுவாமியே ஐயப்போ சுவாமி சரணம் ஐயப்ப சரணம். பள்ளிக்கட்டு சபரிமலைக்கு கல்லும் முள்ளும் காலுக்குமத்தை சுவாமியே ஐயப்போ சுவாமி சரணம் ஐயப்ப சரணம். பள்ளிக்கட்டு சபரிமலைக்கு கல்லும் முள்ளும் காலுக்கு மெத்தை சுவாமியே ஐயப்போ ஐயப்போ சுவாமியே சுவாமியே ஐயப்போ ஐயப்போ சுவாமியே. கார்த்திகை மாதம் மாலை அணிந்து நேர்த்தியாகவே விரதம் இருந்து பார்த்த சாரதி மைந்தனில் உன்னை பார்க்க வேண்டிய தவம் இருந்து இருமுடி எடுத்து எருமேலி வந்து ஒரு மனதாகி பேட்டை துள்ளி அரும நம்பரம் வாவரை தொழுது ஐயனின் அருமலை ஏறிடுவார் சுவாமியே ஐயப்போ ஐயப்போ സ്വാമിയേ. ഒരുപാട് സന്തോഷം സാർ. കാരണം എന്ന് പറഞ്ഞാൽ ഈ മച്ചാൻ മീഡിയയിൽ ഞാൻ എപ്പോഴും സാറേ, ഇപ്പോൾ സാറിൻ്റെ കുറേ വിശേഷങ്ങൾ സാർ നമുക്ക് വേണ്ടി പങ്കുവെച്ചു. സാറിന് ഈ വലിയ ഒരു മനസ്സുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മളെ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോക്കകത്ത് പറയും സാറേ, കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമുക്കൊരു മോട്ടിവേഷൻ കിട്ടാത്തതാണ് ഓരോ കലാകാരന്മാരുടെയും പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പോലും എനിക്ക് പോലും സാറേ ഒരു മോട്ടിവേഷൻ ഇങ്ങൊന്നും കിട്ടിയിട്ടില്ല, എൻ്റെ വീട്ടിൽ നിന്നും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഞാനൊരു യൂണിവേഴ്സിറ്റി വന്നതാണ്. പക്ഷേ ഇന്നും ഞാൻ എൻ്റെ തൊഴിലും കാര്യങ്ങളും എൻ്റെ കുടുംബവും സാറിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഞാനും അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പം സാറിൻ്റെ ഉള്ളിലും അതേപോലൊരു വിഷമമുണ്ട്. പ്രാരാബ്ധമാണ് എല്ലാവരെയും
എന്താ പറയുന്നത്, കലയിൽ നിന്ന് ബാക്കിലോട്ട് വലിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, അതിൽ സാറിന് ഇപ്പോഴത്തെ പുതിയ ജനറേഷന് കൊടുക്കാൻ പറ്റിയ ഒരു ടിസ്റ്റ് ഒന്ന് കൊടുക്കും സാർ. പഴയ ജനറേഷൻ പുതിയതുമായിട്ട് ഒരുപാട് അന്തരം ആണ്. തീർച്ചയായിട്ടും. അപ്പം അന്ന് ഒരു പാട്ട് കേൾക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു പാട്ടൊന്ന് കേൾക്കുന്ന ബുദ്ധിമുട്ട്. ഇന്ന് അങ്ങനല്ല. ഒരു മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഏത് സാധനം ആഗ്രഹിക്കുന്നു അതെല്ലാം നമുക്ക് മൊബൈലിനകത്ത് സെർച്ച് ചെയ്ത് കിട്ടും. അപ്പം അന്നത്തെ കാട്ടി ഒരു ആധുനിക വകുപ്പിലാണ് ഇന്ന് നമ്മൾ. അപ്പം ഇന്നത്തെ തലമുറയ്ക്ക് എന്തെങ്കിലും പെട്ടെന്ന് പഠിക്കണമെങ്കിൽ വളരെ സുഖമാണ്. അന്ന് വളരെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടുമായിരുന്നു. അതാണ് അന്നും ഇന്നും മറ്റുള്ള അന്തരം. അല്ല സാറേ, ഈ പഴയ കലാകാരന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. ഏകദേശം ഞാൻ പറഞ്ഞുതരാം, ഒരു 15 കൊല്ലത്തിന് മുൻപ് വരെ ഒരു കലാകാരന്മാർ തങ്ങളിലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിന് പോവാം, ഇന്ന് രാത്രി നമുക്ക് ബസ്സില്ല, നമ്മൾ തൊട്ടടുത്ത് ആ ഒരു കലാകാരൻ്റെ അടുത്ത് പറയും, ഡേ വാ നമുക്ക് എൻ്റെ വീട്ടിൽ കിടക്കാം. ഉള്ളത് ചിലപ്പോൾ രാത്രി ചെല്ലുമ്പം ശകലം ചോറും ശകലം എന്തെങ്കിലും കറിയൊക്കെ കാണത്തുള്ളൂ. അത് 2 പേരൂടെ പങ്കിട്ട് അവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ നടന്നു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാവരും കാറിലൊക്കെ സഞ്ചരിച്ച് അങ്ങനെ വരുന്നൊരു കാലഘട്ടമല്ലേ സാറേ? അല്ലയോ? അതെ. പണ്ടത്തെ അങ്ങനെയല്ലേ സാറേ? കാരണം നടന്നു പോയിട്ട് രാത്രി ചിലപ്പോൾ വണ്ടി കാണത്തില്ല, നമ്മൾ വന്നിറങ്ങുമ്പോൾ അപ്പോൾ നമ്മളെ കൂടെ സഹപ്രവർത്തകൻ പറയും, ഡേ വാടക എൻ്റെ വീട്ടിൽ കിടക്കാം എന്ന് പറഞ്ഞിട്ടില്ലേ സാറേ? അങ്ങനെ അന്ന് എനിക്ക് നൂற்றுകണക്കിന് അനുഭവങ്ങൾ ഈ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ എന്നല്ലേ സാർ, അതിനെക്കുറിച്ച് പറയണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യം കറക്റ്റാണ്. അപ്പോൾ ഓക്കെ, അത് ഞാൻ മച്ചാ മീഡിയയിലെ പ്രേക്ഷകരോട് മാത്രമല്ല പറഞ്ഞത്, ഞാൻ ഇന്നത്തെ കുറേ ആർട്ടിസ്റ്റുകളോട് തന്നെയാണ് പറയുന്നത്. കാരണം വേറെ കൊണ്ടല്ല, അത് കാരണം അറിയാം, ബന്ധങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത്. ഇപ്പം സാറ് ഇപ്പം ഈ 70 വയസ്സുള്ള ഇദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് ഞാൻ പോലും അറിയുന്നത് വേറൊരു വ്യക്തിയിൽ നിന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിന് ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ സാറേ, മച്ചാ മീഡിയയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം ആരംഭിക്കണം. എന്താണെന്ന് അറിയാമോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലെജൻഡായിട്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇഷ്ടംപോലെ പേരുണ്ട്. പക്ഷേ MS ബാബുരാജ് സാറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹം ചെയ്ത അനശ്വരമായ ഒരു സെറ്റപ്പ് ഗാനമുണ്ട്. അതായത് ബ്രാച്ചിസ് ഗാനമാണ്. പ്രാണസഖി ഞാൻ വെറും ഒരു പാമരന പാട്ടുകാരൻ. സാറേ, ഒരു 2 ലൈൻ ചുമ്മാ ഒന്നും കൂടെ. കാരണം സാറിൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം 70 വയസ്സെന്ന് പറയുമ്പം ഇത്രത്തോളം സംഗീത പ്രേമിയായ ഇദ്ദേഹത്തിനടുത്ത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഓക്കെ, അതൊന്ന് കേൾക്കാം സാറേ. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോകവീഥികളിൽ വേണുവൂതും ആട്ടിടയൻ, പ്രാണസഖി ഞാൻ. ആ സാറിൻ്റെ ഒരു സംഭവം, അതൊരു സത്യം പറഞ്ഞാൽ അതൊരു മാസ്മരികത തന്നെയല്ലേ സാറേ? അദ്ദേഹം ചെയ്ത എത്ര പാട്ടുണ്ടോ അത്രയും പാട്ടിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കയ്യൊപ്പ് കൃത്യമായി ഉണ്ട്, അല്ലയോ? ഇപ്പോൾ സാറും ഞാനോട് ഏകദേശം പ്രായത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വെറും പുഴുവാണ്. സംഗീതത്തിലെന്നല്ല, കലയിൽ തന്നെ ഒന്നുമല്ല. ഇദ്ദേഹം എന്തെല്ലാം വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്തു, സംഗീതത്തിൽ തന്നെ മാസ്മരികത കണ്ടെത്തിയ ഒരു വ്യക്തിത്വമാണ് ഞാനോടൊപ്പം ഇരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനോടൊപ്പം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചേർന്നിരിക്കുന്നത് തന്നെ ഒരു എന്താ പറയുന്ന എനിക്ക് തന്നെ ഒരു മാനസികമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല. കാരണം ഓപ്പോസിറ്റ് ഇരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് യാതൊരു മടിയില്ല. ഒരു മകനെ പോലെ തന്നെയാണ് ചേർത്ത് നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ഇരിക്കുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ സാറേ, നമ്മളെ ഒരു കാര്യം ചോട്ടെ, നമ്മളെ എവർഗ്രീൻ സ്റ്റാർ, അതായത് ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസം കമൽ സാർ അഭിനയിച്ച നീലവാനച്ചോലി എന്ന് പറയുന്ന ദാസേട്ടൻ പാടിയ ഒരു ഗാനമുണ്ട്. അതിശയിപ്പിക്കുന്ന ഒരു ഗാനമാണ്. നമ്മൾ മച്ചാൻ വേണ്ടിയൊരു പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്ന് പാടാമോ സാർ? നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ, വരാതെ വന്ന എൻ ദേവി, നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ.
താങ്ക് യു സാർ. ഇപ്പം ഇവിടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഇപ്പം സുഖമില്ലാത്ത കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഏറ്റവും ഇളയ മകളുടെ വീട്ടിലേക്കാണ് താമസം മാറിയിരിക്കുന്നത്. സുഖമില്ലാത്ത ആഴ്ച തോറും ഹോസ്പിറ്റലിൽ പോകണം. അപ്പം ഒരു 2 വീലറോ ഒരു ഓട്ടോയൊക്കെ എനിക്കുള്ള വീട്ടിനകത്ത് അവിടെ വരുത്തുള്ളൂ, കോൺക്രീറ്റ് വഴിയിലൂടെ. ഇവിടെ ആകുമ്പം വലിയ വാഹനവും മോളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വരും. അതുകൊണ്ട് സൗകര്യമായിട്ട് മോളെ വീട്ടിൽ ബാക്കി മക്കളെല്ലാം കൂടെ പറഞ്ഞ് അവിടെ ആയിക്കോട്ടെ. അങ്ങനെ ഇപ്പം മകളെ വീട്ടിലാണ്. കാരണം ഞാൻ ഒരുപാടൊക്കെ അധ്വാനിച്ചിട്ടുണ്ട്. കൂലിവേല മുതൽ എന്നുവെച്ചാൽ കലാബീൽഡിൽ തന്നെ സൈക്കിളജ്ഞം സാറേ, എൻ്റെ അച്ഛൻ കലാരൂപമാണ് സൈക്കിളജ്ഞം. അതുപോലെ ബാലയിൽ ചെന്നിട്ട് നൃത്തം പഠിക്കാത്ത ഞാൻ അതിനകത്ത് ഡാൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെയ്യാത്ത പണികൾ രണ്ടും പറയാനേ ഞാൻ മച്ചാമ്പടി ഒരു പ്രശ്നം എടുത്തോളെ. ഞാനിപ്പോൾ സാധനം എടുത്ത് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ചിലപ്പോൾ 1 മണിക്കൂർ പുറത്ത് പോകും. അതുകൊണ്ട് സാറേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാരണം എന്താ പറയുക, നമ്മളങ്ങനെ സംസാരിച്ചിരുന്നു കഴിഞ്ഞാലേ സാർ ഈ പറയുന്ന മൊത്തം നൊസ്റ്റാൾജിയ. ഇതെല്ലാം ഞാൻ കണ്ടിട്ടുള്ള കലാരൂപങ്ങളാണ്. കാരണം എൻ്റെ അച്ഛൻ സൈക്കിളിങ് കലാകാരനായിരുന്നു. ഇപ്പം ഈ പറയുന്നത് മച്ചാക്കാട്ടുവിൻ്റെ ഈ ശരീരം എന്ന് പറയുന്നത് പച്ചണ്ടി തല്ലിയ പിന്നെ ഈ സൈക്കിളിങ് കലാരൂപത്തോടെ കിട്ടിയ പിന്നെ ശരീരമായത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് സാറ് പറയുമ്പം ഇതേപോലെ അനുഭവമുണ്ട്. പക്ഷെ നമുക്ക് ഇതുവരെ കിട്ടാത്ത മോട്ടിവേഷനാണ്. അപ്പം ഈ വീഡിയോ കാണുന്ന സാറുമായി വർക്ക് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക, സാറിനെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. സാറിന് ഇഷ്ടപ്പെട്ട ഒരു ഗാനം മച്ചാ മീഡിയയിലെ പ്രേക്ഷകർക്ക് കൊണ്ടുവന്ന് പാടുക. സാറിന് ഇഷ്ടപ്പെട്ട ഒരു ഗാനം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചോദ്യം. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമാ നടൻ ആരാ? സിനിമാ നടൻ എനിക്ക് ഇപ്പോഴത്തെ നിലവാരത്തിൽ നമ്മുടെ അന്നത്തെ കാലത്ത്, പഴയ കാലത്ത് പ്രേം നസീർ. ഓക്കെ. അപ്പോൾ സാറ് ഒരു നിമിഷം, ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചാണ്. ഇപ്പോൾ സാർ ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കുക. കണ്ണടച്ചല്ലേ? പ്രിയപ്പെട്ട ബാബു, നിങ്ങളുടെ പാട്ട് ഞാൻ കേട്ടു. എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം നിങ്ങൾ പറഞ്ഞത് എൻ്റെ പേരാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ഹൃദയം പറഞ്ഞ ആശംസകൾ. സാർ, ഇതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട് സാർ? ഇത് കേട്ടിട്ട് നാച്ചുറലായിട്ട് പറയണം, സത്യസന്ധമായി പറയുക. മച്ചാൻ കാട്ടൂര് അടിപൊളി സൂപ്പർ താരമാണ്. ഏത് ഫീൽഡിലെടുത്ത് നോക്കിയാലും ഞാൻ വിചാരിക്കുന്നതിനെക്കാട്ടി മനസ്സിൽ കാണുന്നതിനെക്കാട്ടി ഒരുപാട് അപ്പുറത്താണ്. കണ്ണടച്ചിട്ട് കേട്ടപ്പോ എന്ത് പറ്റി? അത് എനിക്ക് നസീർ ഖാൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന പോലെ തോന്നി. മലയാളത്തിൽ ഏറ്റവും സ്പഷ്ടമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രേം നസീർ സാറ്. അത് ഇപ്പം എല്ലാവരും മിമിക്രിക്കാർ ചെയ്യും, ഇങ്ങനെ പറയും. പക്ഷെ അത് സത്യത്തിൽ അത് തെറ്റാണ്. കാരണം നസീർ സാറ് മലയാള സിനിമയിൽ ഏറ്റവും സ്പഷ്ടമായിട്ട് സംസാരിക്കുന്ന ഒരേ ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് നസീർ സാർ മാത്രമാണ്. ഓക്കെ സാറേ, സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് മച്ചാൻ മീഡിയയിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആലപിക്കുക. അനുരാഗിണി ഇതായി കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇത് നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അപ്പോൾ സാറേ, നമ്മുടെ പ്രേക്ഷകർക്ക് സാർ ഒരു നിർദ്ദേശം നൽകുക. എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിലുപരി സാറിനെ ഇൻ്റർവ്യൂ ചെയ്തതിന് എന്നെ ഒന്ന് അനുഗ്രഹിക്കുക. എല്ലാ അനുഗ്രഹവും മച്ചാന് വേണ്ടി ഉണ്ട്. ഞാൻ അനുഗ്രഹിക്കാൻ, ഞാൻ ദൈവമൊന്നും അല്ലെങ്കിലും ഞാൻ സാധാരണ ഒരു പച്ച മനുഷ്യനാണ്. പക്ഷേ എനിക്ക് അനുഗ്രഹിച്ചേ പറ്റൂ ഇതിനകത്ത്. ഞാൻ അനുഗ്രഹിച്ചു. അപ്പോൾ ഓക്കെ, എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു ആശംസ കൊടുക്കും സാറേ. ഹായ് എല്ലാവർക്കും ഹായ് ഹായ്. അപ്പോൾ ഓക്കെ, ഇദ്ദേഹത്തെ പോലെ ഇത്രയും 70 വയസ്സ് കഴിഞ്ഞ ഈ ഇത്രയും ലെജൻഡായിട്ടുള്ള ഒരു കലാകാരനോടൊപ്പം അല്പനിമിഷം പങ്കിടാൻ അവസരം കിട്ടി എനിക്ക് ഭയങ്കരമായിട്ട്, അതായത് എന്തോ പറയുന്നത്, എനിക്ക് എത്രത്തോളം നന്ദി പറഞ്ഞാൽ പറ്റും എന്നറിയത്തില്ല. കാരണം അതിലുപരി ഞാൻ പറയുന്നത് ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ എപ്പോഴും
പ്രശസ്തരല്ലാത്ത പ്രഗത്ഭരെ കൊണ്ടുവരുന്നു. നമ്മുടെ നാട്ടിൽ എത്ര പേരുണ്ട് ഇങ്ങനെ. അപ്പോൾ ഓരോരുത്തരെയും തേടി നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്നെ അറിയിപ്പിക്കുക. തീർച്ചയായിട്ടും എൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് പറയുക. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു മെസ്സേജ് ഇടുക. മച്ചാക്കാട്ടൂർ, അതെൻ്റെ FB നെയിമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് യൂട്യൂബിന് താഴെ ഇട്ടാലും മതി. അപ്പം സാറേ ഒരുപാട് സന്തോഷം. പിന്നെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ ശരി, ഓക്കെ, എല്ലാവരും തകർത്തേക്കുക.